ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ നമുക്ക് ഈ ദിവസത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഫ്രൈഡേ ആണ്. സോ വോളറ്റൈൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. കെയർഫുള്ളായിട്ട് മാർക്കറ്റിനെ സമീപിക്കേണ്ട ദിവസമാണ് ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം ചാർട്ടിലേക്ക് വരാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ നാസ്ഡാക്കിൻ്റെ S&Pയുടെ ക്ലോസിംഗ് എന്നാ പറയാനാ ഒന്ന് നെഗറ്റീവിലായിരുന്നു, ഫ്ലാറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ 33 പോയിന്റ്സ് അപ്സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തുന്നുണ്ട്. ഫ്ലാറ്റ് എന്നും പറയാൻ കഴിയില്ല, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റി നിലവിൽ 53 പോയിന്റ്സ് അപ്സൈഡിലാണ്. സോ നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈം 6:53. ഈ ഒരു അവസരത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിഫ്റ്റി മേ ബി ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അപ്പിലും പോസിബിലിറ്റി ഉണ്ട്. നിക്കി നോക്കുകയാണെങ്കിൽ 1% ഡൗൺ ആണ്, 711 പോയിന്റ്സ് ഡൗൺ സൈഡിൽ നിൽക്കുകയാണ്. സ്ട്രേറ്റ് ടൈംസ് 19% ഡൗൺ സൈഡിലാണ്. ഹാങ്സങ് 203 പോയിന്റ്സ് അപ്സൈഡിലാണ്. കോസ്ബി 24 പോയിന്റ്സ് അപ്സൈഡിലാണ്. ഓക്കെ, വോളറ്റൈൽ അല്ലാത്തൊരു ദിവസമാണോ കോസ്ബിയിൽ നടക്കുന്നതെന്ന് നമുക്ക് സംശയിക്കാം. തായ്വാൻ വെയിറ്റഡ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് പോവാം. നിഫ്റ്റി ചാർട്ടിൽ ആദ്യം 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. പക്കയാണ് മാർക്കറ്റ്. എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ഈ ലെവൽസിലൊന്നും മാറ്റം വരുത്താതെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ കാര്യം മാത്രം, ഈ ഒരു ലോ 24,185 ഇന്നത്തെ ദിവസം ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് മേ ബി 24,340 ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ കൂടുതൽ ലെവൽസ് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ ലെവൽസ് ഞാൻ കീപ്പ് ചെയ്യുകയാണ്. നമുക്ക് എന്തായാലും 24,339 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലത്തെ അതേ വ്യൂ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. 24,000 തന്നെയായിരുന്നു ഡിമാൻഡ്. ഓക്കെ, ഇത് മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 24,000 ഒരു ഡിമാൻഡ് സോണായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റി ലെവൽസ് ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ലൈവ് മാർക്കറ്റിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ മാക്സിമം അപ്ഡേറ്റുകളും ന്യൂസസ് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ന്യൂസസ് എന്തൊക്കെയാണ് ഉണ്ടോ നമുക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കുറച്ച് ന്യൂസസ് നിലവിലുണ്ട്. മണിപ്പാൽ ഹെൽത്ത് എന്റർപ്രൈസിന്റെ റിസൾട്ട് വന്നിരുന്നു. Q1 റിസൾട്ടിൽ ചെറിയ കുറവ്, ഫസ്റ്റ് ക്വാർട്ടറിൽ ഒരു ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സാഫ്റ്റ് ഗ്രീൻ എനർജിക്ക് ഒരു കൊമേഴ്ഷ്യൽ ഓർഡർ 190 കോടിയുടെ ഓർഡർ വന്നിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അതായത് ഡൊമസ്റ്റിക് ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസ് CPC പ്ലെയർ ആണ് ഓർഡർ കൊടുത്തേക്കുന്നത്. ന്യൂസസ് വേറെ വന്നിട്ടില്ല. പിന്നെ കൃഷ്ണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കിംസ് യുവേറിയ ഹോസ്പിറ്റൽസുമായിട്ടുള്ള ഒരു സൈനേജ് 250 ബെഡ് ഹോസ്പിറ്റലിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഇനിഷ്യൽ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. നവരത്ന PSU റെയിൽടെൽ ഹാസ് റിസീവ്ഡ് എ ബിഗ് ഓർഡർ ഓഫ് 124 കോടി. അതായത് റെയിൽടെലിന് പുതിയൊരു ഓർഡർ വെസ്റ്റേൺ കോൾഫീൽഡ്സ് നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്ലാന്റിന്റെ TMPBയുടെ ഒരു പ്ലാന്റിൽ ഉള്ള ന്യൂസാണ്. വർക്ക് മുടങ്ങിയതിന്റെ, അതായത് നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം അവർക്ക് ഒരു നോൺ മെറ്റീരിയലിസ്റ്റിക് ലോസ് 35 തൊട്ട് 40 കോടി വരെ ഉണ്ട് എന്നുള്ള കാര്യം TMPB അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് ന്യൂസുകളാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ കൂടുതൽ ന്യൂസസ് ഇന്ന് ഞാൻ വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ സ്റ്റോക്സൊക്കെ ഇന്നലെയും പറഞ്ഞു തന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു സ്റ്റോക്കൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ പുതിയ വാച്ച് ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ദേവയാനി എന്ന് പറഞ്ഞ കമ്പനിയാണ്. ദേവയാനി വളരെ നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നുണ്ട്. ദേവയാനി ഇൻ്റർനാഷണൽ 147. ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിൻ്റെ അബോവ് നല്ല മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ഇപ്പം എന്തായാലും മാർക്കറ്റ് സ്ട്രക്ചറലി വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, സ്ട്രോങ് പ്രൈസ് ആക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സ്ട്രോങ് പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. മാർക്കറ്റ് ഒരു പുതിയ സെല്ലിംഗ് പ്രഷർ തരാതെ മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. 140 അബോവ് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു 138 മാർക്കറ്റിൽ നല്ല സപ്പോർട്ടായിട്ട് ദേവയാനിയിലുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ ദേവയാനിക്ക് 159 ബ്രേക്ക് ചെയ്യാൻ കഴിയുമോ എന്ന്. ഒരു 7% മൂവ്മെന്റ് തന്നു കഴിഞ്ഞാൽ തന്നെ ദേവയാനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യും. പിന്നെ ഉള്ള ലിക്വിഡിറ്റി സോൺ എന്ന് പറയുന്നത് ഈ സോണാണ് 168. അപ്പോൾ ദേവയാനിയുടെ പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക. 138 മാർക്കറ്റിന്റെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഞാൻ ഇന്ന് ഈ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് ഏതായിരുന്നു? സ്കിപ്പറിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡിങ്ടൺ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഡിങ്ടൺ നല്ല രീതിയിൽ വന്നു. ഓപ്പണിംഗ് 335 നിന്ന് വന്ന ശേഷം 355 വരെ ഹൈ തന്നിട്ടുണ്ടായിരുന്നു റെഡിങ്ടൺ.
അപ്പോൾ എല്ലാവരും അത് ഓർത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നമ്മൾ വേറെ ഡിസ്കസ് ചെയ്തിരുന്നത് വേറെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇന്നലെ ഒറ്റ സ്റ്റോക്ക് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വിടുക. പിന്നെ ഇന്ന് എന്തായാലും ദേവയാനി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ദേവയാനിയിലെ മൂവ്മെൻറ്റ് അത്യാവശ്യം ബെറ്റർ ആണെന്ന് തോന്നുന്നു. വരുന്ന ദിവസങ്ങൾ ഒരു 15 ദിവസം 20 ദിവസം ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് നോക്കാം. ദേവയാനി ഒരു നല്ല മൂവ്മെൻറ്റ് തന്നാൽ 168 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കരുത്, മറിച്ച് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ പെട്ട സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ആണ് നടത്തിയത്. നല്ലൊരു ഫ്ലാഗ് ബ്രേക്ക് ഔട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.